നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലിന് നേർക്കുള്ള ആക്രമണം വേണമോ വേണ്ടയോ എന്ന തീരുമാനത്തിൽ എത്താൻ ഇതുവരെയും ഇറാന് കഴിയുന്നില്ല എന്ന് പറയുമ്പോഴും ചില രഹസ്യ വിവരങ്ങൾ പുറത്തുവരുന്നതനുസരിച്ച് നാളെ മിക്കവാറും ഒരു ആക്രമണ സാധ്യത ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇറാൻ ഇസ്രയേലിനെ നാളെ ആക്രമിക്കും എന്ന അടിവരയിട്ടുകൊണ്ട് ഇന്റലിജൻസ് വിഭാഗമാണ് റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. ഇറാന്റെ ആക്രമണം കനത്തതായിരിക്കില്ല എന്ന റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് വരികയാണ്. CNN ആണ് ഇന്റലിജൻസ് വിഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സമീപത്ത് നിന്നായിരുന്നാലും ശരി, ദൂരെ നിന്നായിരുന്നാലും ശരി, ഏത് തരത്തിലുള്ള യുദ്ധത്തിനും ഞങ്ങൾ തയ്യാറാണ് എന്നും ശത്രുക്കളെ നേരിടാൻ ഏതറ്റം വരെ പോകുമെന്നും ഏത് വിധത്തിലുള്ള ആക്രമണത്തിനും സജ്ജമാണെന്ന ഇസ്രായേൽ സൈനിക നേതൃത്വം അറിയിച്ചിരിക്കുകയാണ്. രാജ്യത്തിന് നേരെ ആരുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാലും കനത്ത തിരിച്ചടി നൽകാനുള്ള എല്ലാ ശേഷിയും ഇതുവരെയും ഇസ്രായേലിനുണ്ട്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യുമെന്ന് അടിയുറച്ച വിശ്വാസത്തിൽ പറയുകയാണ് സൈനിക നേതൃത്വം. അതിനിടെ വെടിനിർത്തൽ കരാർ ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം തുടരുകയാണ്. ഇക്കുറി ഇല്ലെങ്കിൽ പിന്നെ ബന്ദികളുടെ മോചനം അസാധ്യമാകുമെന്ന ആശങ്കയിൽ നെതന്യാഹുവിന് മേൽ വലിയ സമ്മർദ്ദം തുടരുകയാണ് ബന്ദികളുടെ ബന്ധുക്കൾ. വ്യാഴാഴ്ചയ്ക്ക് മുൻപ് തന്നെ നെതന്യാഹു ചർച്ചയ്ക്ക് നിയോഗിക്കുന്ന ഇസ്രായേൽ സംഘവുമായി സംസാരിക്കും. അതേസമയം ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നെതന്യാഹു ഇന്നലെയും ആവർത്തിച്ചു. വ്യാഴാഴ്ച നടത്താൻ തീരുമാനിച്ച വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുൻപ് നേരത്തെ തങ്ങൾ അംഗീകരിച്ച വ്യവസ്ഥകളുടെ പുരോഗതി എന്തെന്ന് അറിയണമെന്ന് ഹമാസ് നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഹമാസ് തീരുമാനം ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. ഹമാസ് ഇപ്പോഴും ശക്തമാണെന്ന് ഗസയിൽ സേവനമനുഷ്ഠിച്ച 14 സൈനിക കമാൻഡർമാർ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ ഗസയിലെ ഖാൻ യൂനൂസിൽ നിന്ന് ജനങ്ങളോട് ഒഴിയാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ സൈന്യം രംഗത്തു വരികയാണ്. ഗസയിൽ ഒരിടവും സുരക്ഷിതമല്ല എന്ന അവസ്ഥയിൽ എങ്ങോട്ട് പോകുമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് ഫലസ്തീനികൾ. ഗസ കൂട്ടക്കുരുതി സംബന്ധിച്ച അടിയന്തര UN രക്ഷാസമിതി യോഗവും ഇന്ന് ചർച്ച ചെയ്യും. ഫലസ്തീനിലെ സുരക്ഷിത മേഖലകളും അഭയാർത്ഥി താമസിക്കുന്ന സ്കൂളുകളും ലക്ഷ്യമിട്ട് ആക്രമണം തുടരുന്നുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരെ വകവരുത്താനല്ല, സാധാരണക്കാരെ മുൻനിർത്തി പല ഹമാസ് നേതാക്കളും ഇതിന് പിന്നിൽ താമസിക്കുന്നുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത് എന്നാണ് ഇസ്രായേലിന്റെ ഭാഷ്യം. തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യൂനൂസ് ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിക്കൽ നടപടികൾ ഇസ്രായേൽ വിപുലീകരിച്ചിരിക്കുകയാണ്. ഇത് 10,000-കണക്കിന് ഫലസ്തീനികളെയും കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളെയും സ്ഥിതി അരക്ഷിതാവസ്ഥയിലേക്ക് ആയിരിക്കുന്നു. ഇന്നലെ രാവിലെ കിഴക്കൻ ഗസയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്ന ദരാജ് ഏരിയയിലെ അൽ ദാബിൽ സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. മുമ്പ് ഫലസ്തീൻ പോരാളികളുമായി യുദ്ധം ചെയ്തിരുന്ന പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ സൈന്യം തിരിച്ചെത്തിയതിനാൽ ഇസ്രായേൽ കൂട്ടപലായനത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. 2.3 ദശലക്ഷം വരുന്ന ഗസയിലെ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷവും 10 മാസത്തെ യുദ്ധം കാരണം പല പ്രാവശ്യം പലായനം ചെയ്യപ്പെട്ടവരാണ്. ലക്ഷക്കണക്കിന് ആളുകൾ സൗകര്യങ്ങളില്ലാത്ത വൃത്തിഹീനമായ കൂടാര ക്യാമ്പുകളിലും ശനിയാഴ്ച ആക്രമണം നടന്ന സ്കൂളുകൾ പോലെയുള്ളവയിലും തിങ്ങിപ്പാർക്കുന്നുണ്ട്. ഉപരോധിക്കപ്പെട്ട പ്രദേശത്ത് ഒരിക്കലും സുരക്ഷിതമല്ല എന്ന് ഫലസ്തീനികൾ പറയുകയാണ്. റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി സൈന്യം പറഞ്ഞ ഇസ്രായേൽ പ്രഖ്യാപിച്ച മാനുഷിക മേഖലയുടെ ഭാഗം ഉൾപ്പെടെയുള്ളവ ഖാൻ യൂനൂസിലെ പ്രദേശങ്ങൾക്ക് ഏറ്റവും പുതിയ ഒഴിപ്പിക്കൽ ഉത്തരവുകൾ ബാധകമാണ്. ഹമാസും മറ്റ് തീവ്രവാദികളും സിവിലിയന്മാർക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ് എന്നും പാർപ്പിട പ്രദേശങ്ങളിൽ നിന്ന് ആക്രമണം നടത്തുന്നതായും ഇസ്രായേൽ ആരോപിക്കുകയാണ്. ഗസയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാൻ യൂനൂസിന് ഈ വർഷം ആദ്യം വ്യോമ കര ആക്രമണത്തിനിടെ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. നേരത്തെയുള്ള ഒഴിപ്പിക്കൽ ഉത്തരവിനെ തുടർന്ന് 10,000-ങ്ങൾ കഴിഞ്ഞയാഴ്ച വീണ്ടും പലായനം ചെയ്തിരുന്നു. 100-കണക്കിന് കുടുംബങ്ങൾ തങ്ങളുടെ സാധനങ്ങൾ കൈകളിൽ ചുമന്ന് പുലർച്ചെ വീടുകളും അഭയാർത്ഥി കേന്ദ്രങ്ങളും ഉപേക്ഷിച്ച് പിടികൊടുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള അഭയ കേന്ദ്രങ്ങൾ തേടുകയാണ്. നിങ്ങളുടെ സുരക്ഷയ്ക്കായി നിങ്ങൾ പുതുതായി സൃഷ്ടിച്ച മാനുഷിക മേഖലയിലേക്ക് ഉടൻ മാറണം. നിങ്ങൾ താമസിക്കുന്ന പ്രദേശം അപകടകരമായ പോരാട്ട മേഖലയായി കണക്കാക്കപ്പെടുന്നു എന്നാണ് എക്സിലെ പോസ്റ്റിലൂടെ താമസക്കാരുടെ ഫോണുകളിലേക്കും വന്ന ഓഡിയോ ടെക്സ്റ്റ് സന്ദേശങ്ങളിലും പറയുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഹമാസിന്റെ 30ഓളം സൈനിക ലക്ഷ്യങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം പറയുകയാണ്. മിലിറ്ററി സ്ട്രക്ചേഴ്സ്, ആന്റി ടാങ്ക് മിസൈൽ ലോഞ്ച് പോസ്റ്റ്, ആയുധ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ അമേരിക്കയെ ഭയന്ന് ഒരു യുദ്ധത്തിന് തയ്യാറാകുന്നുണ്ട് എന്ന് ഒരു വശം പറയുന്നു, ഇല്ല എന്ന് മറുവശം പറയുകയായിരുന്നു. എന്നാൽ
ചെറിയ തോതിലെങ്കിലും ഒരു യുദ്ധം നടത്താതെ സമാധാനമില്ല എന്നും കിട്ടേണ്ടത് വാങ്ങിക്കൂട്ടാതെ ഇറാന് ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്ന് പലരും ആക്ഷേപഹാസ്യത്തോടുകൂടി പറയുന്നുമുണ്ട്. എന്തായാലും അടുത്തു നിന്നായിരുന്നാലും അകലെ നിന്നായിരുന്നാലും ഏത് തരത്തിലുള്ള ശത്രുക്കളെ നേരിടാൻ ഇസ്രായേലും അമേരിക്കയും സജ്ജമാണ്.